ചിക്കൻ ഇടിച്ചു കുത്തിയത്, ചക്ക മാങ്ങ തേങ്ങ ജ്യൂസ്, മിന്നൽ ചിക്കൻ, കുഞ്ഞിക്കോഴിയും കുഞ്ഞുമുട്ടയും. എനിക്ക് ഏറ്റവും ഇഷ്ടമായത് ദി ഷാപ്പ് എന്നുള്ള ആ ഒരു നെയിമാണ്. ഇത് കഴിക്കാതെ പോകരുത്. ഏതാണ് ആ ഡിഷ്? മലയാളികളുടെ കഥ പറയുന്ന രുചികളാണ് ഞങ്ങളുടെ. ഏതെങ്കിലും അങ്ങനെ ഒരു ഇൻട്രസ്റ്റിംഗ് സ്റ്റോറി പറയാൻ പറ്റുമോ? അപ്പോൾ ഏത് പോയിന്റിലാണ് ഫുഡ് ബിസിനസ് തന്നെ സ്റ്റാർട്ട് ചെയ്യാം എന്നുള്ളൊരു, ഇപ്പോൾ നിങ്ങളുടെ സ്വന്തം ഐഡിയ തന്നെയായിരുന്നോ ഇങ്ങനെ സെർവ് ചെയ്യണം, ഇങ്ങനെ പ്രസന്റ് ചെയ്യണം എന്നുള്ളത്? വെൽക്കം ടു കോഴിക്കോട്ടങ്ങാടി ആൻഡ് ദിസ് ഇസ് മീ നവ്യ പ്രജിത്ത്. ഇന്ന് നമ്മുടെ ഒപ്പം ഉള്ളത് കോഴിക്കോടിന്റെ വൺ ഓഫ് ദ ഫേമസ് ഫുഡ് സ്പോട്ട്സ് ആയ ദി ഷാപ്പ് റെസ്റ്റോറൻറ്റിന്റെ ഓണേഴ്സ് ആണ് റഫീഖ ആൻഡ് ജുബീഷേട്ടൻ. എല്ലാവർക്കും ആദ്യം അറിയേണ്ട ഒരു കാര്യം, റഫീഖയും ജുബീഷേട്ടനും തമ്മിലൊരു ഫ്രണ്ട്ഷിപ്പ് എങ്ങനെയാണ് സ്റ്റാർട്ട് ചെയ്തത് ആൻഡ് അതെങ്ങനെയാണ് നിങ്ങൾ ബിസിനസ് പാർട്ട്നേഴ്സ് എന്നതിലേക്ക് മാറ്റിയത്? ഞാൻ 2006 കാലിക്കറ്റ് വരുന്നത്. ഫസ്റ്റ് ഞാൻ ഷെഫാണ്. അപ്പോൾ ഞാൻ കോട്ടയംകാരനാണ്. അപ്പം ഞാനിവിടെ ഫസ്റ്റ് കാലിക്കറ്റിൽ 2006 വന്നു. അപ്പം എൻ്റെ കസ്റ്റമറായിരുന്നു റഫീഖ. അപ്പോൾ റഫീഖ നല്ല ഫുഡ് ഇഷ്ടപ്പെടുന്നതാണ്. ഇവരൊക്കെ ഫാമിലി ആയിട്ട് വരുമ്പോൾ നമ്മൾ മെനു ഒന്നും കൊടുക്കാറില്ല. നമ്മൾ നമ്മുടെ ഇഷ്ടത്തിന് അവർക്ക് എന്താ ബെസ്റ്റ് അത് നമ്മൾ സെല് ചെയ്യാണ്. അങ്ങനെ അപ്പം അങ്ങനെ ആ ഒരു സൗഹൃദം നമ്മൾ വളരെ മുന്നോട്ട് പോയി. അങ്ങനെ നമ്മളൊരു സ്ഥാപനം തുടങ്ങുന്നതിനെ പറ്റി ഡിസ്കസ് ചെയ്തപ്പോൾ നമ്മൾ കാലിക്കറ്റ്. ഇപ്പോൾ ഏത് പോയിന്റിലാണ് ഫുഡ് ബിസിനസ് തന്നെ സ്റ്റാർട്ട് ചെയ്യാം എന്നുള്ളൊരു ഇത് വന്നത്? അല്ല, അത് ഞാൻ ഷെഫായിരുന്നല്ലോ. അപ്പം നമുക്ക് ഒരു ഷെഫും ഒരു ഫുഡും വന്നപ്പോൾ പിന്നെ വേറൊന്നും ഇഷ്ടപ്പെടുന്ന ആള് ഫുഡ് ഉണ്ടാക്കുന്ന ഫുഡില് നമുക്ക് കൂടുതൽ പാഷൻ ഉള്ളതുകൊണ്ട് നമ്മളത് ഒരു പുതിയ ഒരു കോൺസെപ്റ്റ് ഡെവലപ്പ് ചെയ്ത് ചെയ്യാന്നുള്ളത് അങ്ങനെ അസോസിയേറ്റ് ചെയ്തതാണ്. അപ്പോൾ ഒരു 10-12 കൊല്ലം കഴിഞ്ഞിട്ടാണ് നമ്മളിത് ആലോചിക്കുന്നത്, ഷാപ്പിന്റെ കോൺസെപ്റ്റ്. എനിക്ക് ഏറ്റവും ഇഷ്ടമായത് ദി ഷാപ്പ് എന്നുള്ള ഒരു നെയിമാണ്. ഭയങ്കര വൈബ് തോന്നിക്കുന്ന ഒരു നെയിമാണ്. അത് സത്യത്തിൽ ആരാണ് ഇത് ചൂസ് ചെയ്തത്? കാലിക്കറ്റില് ഈ ഒരു കോൺസെപ്റ്റ് ഇല്ല സാധനം. അപ്പം ഇവിടെയുള്ള പലർക്കും ആ ഒരു ടേസ്റ്റ് അറിയാനും അതിന്റെ ആംബിയൻസ് കാണാനും ഒക്കെ ആഗ്രഹിക്കുന്ന ആൾക്കാരാണ്. അപ്പോൾ നമ്മൾ ആ ഒരു സാധനം വെച്ചിട്ട് നമ്മളിവിടെ മലബാറിലേക്ക് നമ്മൾ അതിനെ ഒരു ട്രെൻഡ് നമ്മൾ ആ ഒരു ടീം വെച്ചിട്ട് തന്നെ സെറ്റ് ചെയ്തു ദി ഷാപ്പ് എന്നുള്ളത്. നമ്മള് മലയാളം നാടൻ പേരുകളൊക്കെ ഒരുപാട് യൂസ് ചെയ്ത് പോയതാണ്. അപ്പൊ നമ്മളൊരു പുതിയ ഒരു ഇത് ക്രിയേറ്റ് ചെയ്യാൻ. എന്റെ നാട്ടിലൊക്കെ ഓരോ ബസ് സ്റ്റോപ്പുകൾ ഓരോ കള്ളി ഷാപ്പിന്റെ പേരിൽ അറിയപ്പെടുന്നത്. അപ്പം അതൊക്കെ ഒരു ഭാഗമാണ്. ആ ഒരു ഇത് ഇവിടേക്ക് കൊണ്ടുവന്നതാണ്. ഇവിടെ നോർമലി ഇവിടുത്തെ റെസ്റ്റോറൻറ്റ്സ് ഒക്കെ ഈ കൂടുതലും മലബാർ ഫുഡും അങ്ങനത്തേതാണ്. അപ്പോൾ ഇവിടെ ഇല്ലാത്തൊരു സാധനം നമുക്ക് കൊണ്ടുവരാമെന്ന്. അപ്പോൾ പിന്നെ അത് നമ്മൾ 1-2 ഷോർട്ട് ലിസ്റ്റ് ചെയ്തപ്പോൾ നമുക്ക് ബെറ്റർ ഇതായിരിക്കും തോന്നി. പിന്നെ നമ്മൾ പല പേരുകളും നോക്കി. ആ പേരുകളൊന്നും നമുക്കൊരു കൺവിൻസിങ് ആയിട്ട് തോന്നുന്നില്ല. അങ്ങനെ അപ്പോൾ എന്തുകൊണ്ട് ഷാപ്പ് തന്നെ ആക്കി ചെയ്തുകൂടാ? മെനുവിലേക്ക് കൊണ്ടുവരണം എന്നുള്ളൊരിത് അത് നമുക്ക് എന്തായാലും പറ്റൂല. പിന്നെ നമ്മൾ റെസ്റ്റോറൻ്റ് ആയിട്ടാണല്ലോ ചെയ്യുന്നത്. നമ്മളെന്തായാലും പിന്നെ ആ ഒരു കോൺസെപ്റ്റിൽ സ്റ്റിക്ക് ഓൺ ചെയ്തിട്ട് നമുക്ക് ആ ഷാപ്പിലെ ആ ഒരു ഫുഡ് മെയിനായിട്ട് ഫോക്കസ് ചെയ്യാം. അതോടൊപ്പം തന്നെ മറ്റു നാടൻ ഫുഡും കൂടി കൊടുക്കാന്നുള്ളൊരു ഐഡിയയിലാണ്. എന്തുകൊണ്ട് കോഴിക്കോട് എന്നുള്ളൊരു സ്ഥലത്ത് തന്നെ തുടങ്ങാനുണ്ടായ ഒരു റീസൺ? അല്ല, ആക്ച്വലി നമ്മൾ റിവേഴ്സ് ആയിട്ടാണ് ചെയ്തത്. നമ്മൾ കോഴിക്കോട് ആദ്യം തുടങ്ങാമെന്നാണ് വിചാരിച്ചത്. എന്നിട്ടാണ് നമ്മൾ കോൺസെപ്റ്റ് ഇതാക്കുന്നത്. കോഴിക്കോടിനെ സംബന്ധിച്ച് ഇപ്പം ഞാൻ എൻ്റെ ഷെഫ് ലൈഫിൻ്റെ എക്സ്പീരിയൻസ് വെച്ചിട്ട് കോഴിക്കോടാണ് ഏറ്റവും കൂടുതൽ ഫുഡിനെ ഇഷ്ടപ്പെടുന്നവരുടെ നാട്. അപ്പം ഞാൻ എല്ലാ ജില്ലയിലും ജോലി ചെയ്ത ഒരാളാണ്. അപ്പം ഞാൻ മലബാറിലേക്ക് വരുമ്പോൾ നമ്മൾ എന്ത് പുതിയത് ചെയ്യുന്നോ അതിനെ 2 കൈ നീട്ടി സ്വീകരിക്കുന്ന ആൾക്കാരാണ്. ഭക്ഷണത്തെ ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെടുന്ന ആൾക്കാരാണ്. അപ്പം നമ്മളെ സംബന്ധിച്ച് നമുക്ക് കൂടുതലായിട്ട് പുതിയ സാധനങ്ങൾ ഉണ്ടാക്കാനുള്ളൊരു ക്രേസ് ഉണ്ടാവും. അപ്പൊ അതാണ് നമുക്ക് ഇവിടെ ശരിക്കും നമ്മുടെ ഷാപ്പില് നമ്മുടെ എക്സ്പീരിയൻസ് നമ്മൾ ഷെയർ ചെയ്യും. അപ്പൊ ഇവിടെ കൂടുതൽ കസ്റ്റമേഴ്സ് കോഴിക്കോട് നിന്നാണോ അതോ മറ്റു ജില്ലകളിൽ നിന്ന് ഇങ്ങോട്ട് ഫുഡ് കഴിക്കാനായി വരുന്നവരുണ്ടാവുമല്ലോ? കോഴിക്കോടിന്റെ ഒരു പ്രത്യേകത എന്താ വെച്ചാൽ ഇതൊരു ഫുഡ് ഹബ്ബ് പോലെ ആണ് ഉള്ളത്. അപ്പോൾ ഒരുപാട് ആൾക്കാർ ഫുഡ് എക്സ്പീരിയൻസ് ചെയ്യാൻ വേണ്ടിയിട്ട് ഇവിടത്തേക്ക് ട്രാവൽ ചെയ്ത് വരുന്നുണ്ട്. ഇപ്പോൾ ഒരു കുറച്ചു കാലങ്ങളായിട്ട് അത് വർദ്ധിച്ചു വരികയാണ്. ഒരു ഫുഡ് ഡെസ്റ്റിനേഷൻ പോലെ ആണ് ജനങ്ങൾ കാണുന്നത്. ഇപ്പൊ ഈ ഫസ്റ്റ് ഔട്ട്ലെറ്റ് ഇതാണല്ലോ. ഇപ്പൊ കോഴിക്കോട് ബീച്ചിൽ 2019 തുടങ്ങി. പിന്നെ അത് സക്സസ്ഫുള്ളി റൺ ചെയ്തിരിക്കുമ്പോൾ തന്നെ ഒരു 3 ഇയേഴ്സിലാണ് നിങ്ങൾ ഗോകുലം മോളിൽ സെക്കൻഡ് ഔട്ട്ലെറ്റ് സ്റ്റാർട്ട് ചെയ്തത്. അപ്പൊ 2 ഔട്ട്ലെറ്റും കോഴിക്കോട് തന്നെ. അതിപ്പോ മറ്റൊരു ലൊക്കേഷനിൽ ട്രൈ ചെയ്യാതെ എന്തുകൊണ്ടോ കോഴിക്കോട് തന്നെ 2ാമത്തെ ഔട്ട്ലെറ്റും തുടങ്ങിയത്? നമ്മൾ ഇതൊരു ചെറിയ ഔട്ട്ലെറ്റാണ് സത്യത്തിൽ. ഒരു കോഴിക്കോട് ബീച്ചിലുള്ളത്. പക്ഷെ അതിന് ആസ്ട്രച്ച് അതിനൊരു ആംബിയൻസും നമ്മളെ കോൺസെപ്റ്റായിട്ട് ഒരുപാട് മാച്ച് ചെയ്യുന്ന ഒരു സാധനമാണ്. പക്ഷെ നമുക്ക് കോഴിക്കോട് ഒരു ഔട്ട്ലെറ്റിനും കൂടി ഒരു പ്രോസ്പെക്റ്റ് ഉണ്ട് എന്ന് കണ്ടതുകൊണ്ട്
ആണ് നമ്മൾ പിന്നെ സെക്കൻഡ് ഔട്ട്ലെറ്റ് നോക്കിയത്. പിന്നെ കോഴിക്കോടാണ് നമുക്ക് ഏറ്റവും അധികം നമുക്കൊരു മാർക്കറ്റ് ഉള്ളതുമായിട്ടുള്ളൊരു ഒരു നാടൻ വൈബാണ് ഇവിടെ ഈ ഒരു റെസ്റ്റോറൻറ്റിൽ ശരിക്കുള്ളതിൽ. ഇപ്പോൾ വാൾ പെയിന്റിങ്സ് ആണെങ്കിലും മെനു ആണെങ്കിലും ഒക്കെ ഡിസൈൻ ചെയ്ത രീതി തന്നെ ഭയങ്കര ഡിഫറെൻ്റ് ആണ്. പിന്നെ പറഞ്ഞാൽ ഇപ്പോൾ മറ്റ് റെസ്റ്റോറൻറ്റ്സിൽ നിന്ന് ഇതിനെ ഈ ഷാപ്പിനെ വ്യത്യസ്തമാക്കുന്ന ഒരു കാര്യം എന്ന് പറയുന്നത് ഫുഡ് സെർവ് ചെയ്യുന്ന രീതിയാണ്. ഇപ്പോൾ നമ്മുടെ ടേബിളിൻ്റെ നമ്മുടെ മുന്നിൽ തന്നെ അത് കുക്ക് ചെയ്ത് പിന്നെ അത് ഇപ്പോൾ പായസം ആയിക്കോട്ടെ കൊഞ്ചായിക്കോട്ടെ ഒരു ഐറ്റം ഉണ്ടല്ലോ കൊഞ്ച് തല തിരിച്ച് വെച്ചിട്ടുള്ള ചൂണ്ടക്കാരൻ കൊഞ്ച്. അപ്പോൾ അതൊക്കെ അവർ പ്രസന്റ് ചെയ്യുന്ന ഒരു രീതി തന്നെ ഭയങ്കര അടിപൊളിയാണ്. അപ്പോൾ അതൊക്കെ ആ ഒരു കോൺസെപ്റ്റ് ഒരു ഐഡിയ നമ്മൾ കൊണ്ടുവന്നത് എന്തെങ്കിലും ഇൻസ്പയർഡ് ആയിട്ട് ചെയ്തതാണോ അതോ നിങ്ങളുടെ സ്വന്തം ഐഡിയ തന്നെയായിരുന്നോ ഇങ്ങനെ സെർവ് ചെയ്യണം ഇങ്ങനെ പ്രസന്റ് ചെയ്യണം എന്നുള്ളത്? അത് എന്താണെന്ന് വെച്ചാൽ നമ്മൾ ചെയ്യുന്നത് ലോക്കൽ കുസീനാണ്. അപ്പം ലോക്കൽ കുസീൻ എന്ന് പറഞ്ഞാൽ നമ്മൾ മറന്നുപോയ ഒരുപാട് ചെറുപ്പത്തിൽ കഴിച്ചതും മറന്നുപോയിട്ടുള്ള ഒരുപാട് രുചികൾ നമ്മൾ റിക്രിയേറ്റ് ചെയ്യുക എന്നുള്ളതാണ് അതിലുള്ളത്. അപ്പോൾ നമുക്ക് അതിൽ ഡയറക്റ്റ്ലി നമ്മളിപ്പോൾ അതൊന്ന് സെർവ് ചെയ്ത് കഴിഞ്ഞാൽ അതിന് ആ ഒരു ഇത് കിട്ടില്ല. അപ്പോൾ നമ്മളൊരു എക്സ്പീരിയൻസ് കൂടി പ്രൊവൈഡ് ചെയ്യുക എന്നുള്ളതിലാണ്. അപ്പം അതിൻ്റെ ഒരു സ്റ്റോറിയൊക്കെ വെച്ചിട്ട് ഈ ഓരോ റെസിപ്പിക്കും അതിൻ്റെ പിന്നിലൊരു കഥയുണ്ട്. ഇപ്പം നമ്മൾ ഒരു കഥയാണ് ആദ്യം ഒരു കഥയാണ് ഉണ്ടാകുന്നത്. ആ കഥയിൽ നിന്നാണ് ഞങ്ങൾ റെസിപ്പി ക്രിയേറ്റ് ചെയ്യുന്നത്. ഇപ്പം നമ്മുടെ നാട്ടിലൊക്കെ നമ്മൾ ഇപ്പോഴത്തെ ജനറേഷൻസ് ഒന്നും അത് ചിലപ്പോൾ എക്സ്പീരിയൻസ് ചെയ്തിട്ടുണ്ടാകും. അപ്പോൾ ഒരു 80-70 ആ ഒരു കാലഘട്ടത്തിൽ ഇങ്ങോട്ടുള്ള ആൾക്കാർ എക്സ്പീരിയൻസ് ചെയ്യാം. അപ്പോൾ ആ ചൂണ്ടയിടിയിലും മാങ്ങ പറിക്കലും പിന്നെ തേങ്ങയിടിയിലും അങ്ങനെയുള്ള കുറേ ആക്ടിവിറ്റീസ് ഉണ്ടായിരുന്ന ഒരു നാടുണ്ടായിരുന്നു. അപ്പോൾ അവത്തിൽ നിന്ന് നമ്മൾ കുറച്ച് കാര്യങ്ങൾ എടുത്തിട്ട് അതൊരു റെസിപ്പി ആയിട്ട് ക്രിയേറ്റ് ചെയ്ത് അതിന് പിന്നിൽ ഇപ്പൊ നമ്മുടെ ചൂണ്ടക്കാരൻ കൊഞ്ച് എന്ന് പറയുന്ന സാധനം അത് നമ്മളുടെ അതിന് പിന്നിലൊരു സ്റ്റോറി ഉണ്ട്. അത് ഈ നമ്മൾ കൽക്കെട്ടുണ്ട് പുഴേൻ്റെ തീരത്തെ കൽക്കെട്ടുകൾക്ക് ഇടയിലാണ് ഈ കൊഞ്ച് ആ ഒരു ടൈപ്പ് ഓഫ് കൊഞ്ചിരിക്കുക. അപ്പോൾ ഇതിനെയൊക്കെ നമ്മൾ ചെറുപ്പത്തിലെ ഇതിനെ പിടിക്കുന്നത് നൂലിൽ തേങ്ങാക്കൊത്ത് ഇങ്ങനെ വെള്ളത്തിലേക്ക് കെട്ടിയിറക്കും. അപ്പോൾ ഇവൻ ഇര തേടിയിട്ട് വെളിയിലേക്ക് വരും. ആ വെളിയിലേക്ക് വരുമ്പോൾ മുപ്പല്ലി എന്ന് പറയുന്ന ആയുധമുണ്ട്, അതിൽ കുത്തിയിട്ടാണ് നമ്മൾ ഈ കൊഞ്ചിനെ പിടിക്കുന്നത്. അപ്പം നമ്മളുടെ അതേ സ്റ്റോറി തന്നെയാണ് നമ്മൾ ഈ പ്രോൺസിൽ നാളികേര പാലിൽ അതിനെ കുക്ക് ചെയ്തു. എന്നിട്ട് നമ്മൾ ഫോർക്ക് വളച്ചിട്ട് ഹാങ് ചെയ്ത് നമ്മൾ അതിനൊരു ഡിഫറെൻറ്റ് സ്റ്റൈലിൽ പ്രസൻറ്റേഷൻ. പിന്നെ ഇവിടുത്തെ ഈ ഡിഷസ് ഇപ്പൊ നെയ്മന്ത ചിക്കൻ ഇടിച്ചു കുത്തിയത്, ചക്ക മാങ്ങ തേങ്ങ ജ്യൂസ്, മിന്നൽ ചിക്കൻ, കുഞ്ഞിക്കോഴിയും കുഞ്ഞുമുട്ടയും നമുക്ക് വായിക്കുമ്പോൾ തന്നെ ഭയങ്കര കൊതിയാവുന്ന ഒരു ഒരു നാടൻ രുചി നമുക്ക് അതിൽ നിന്ന് തന്നെ ഫീൽ ചെയ്യാൻ പറ്റുന്നുണ്ട്. അപ്പൊ ഇതിന്റെ ഒക്കെ പേര് ശരിക്ക് ആരാണ് ഇട്ടത്? നമ്മൾ ഇപ്പൊ ഞാൻ ആ ഫീൽഡിൽ എക്സ്പീരിയൻസ് ചെയ്തു വന്ന ഒരാളാണ്. നമുക്കൊരു പാഷനുണ്ട്, ഒരു നാടിൻ്റെ ഒരു സാധനമുണ്ട്. പിന്നെ അങ്ങനെ വെച്ചിട്ട് നമ്മളെല്ലാം ഒരു മലയാളിയുടെ അതൊരു ഫീൽ ക്രിയേറ്റ് ചെയ്യുന്നത് വേണമെന്ന്. ഞങ്ങൾക്ക് ആർട്ടിഫിഷ്യൽ ആയിട്ടുള്ള മസാലകളൊന്നുമില്ല. ഞങ്ങൾ എല്ലാ ഡിഷുകളും ഞങ്ങൾ നാടൻ. അപ്പം ഞങ്ങളൊരു ജ്യൂസ് ഉണ്ട്, ചക്ക മാങ്ങ തേങ്ങ. അപ്പം നമ്മളതൊരു നാടൻ വൈബിൽ ക്രിയേറ്റ് ചെയ്യുന്നത് ഒറ്റ ജ്യൂസാണ്. അപ്പം അതിനെ നമ്മൾ ചക്ക മാങ്ങ തേങ്ങ അതൊരു എല്ലാ കാര്യത്തിലും നിങ്ങളൊരു യുണീക്നെസ് സത്യം തന്നെ കൊണ്ടുവന്നിട്ടുണ്ട്. ഒരു ട്രഡീഷണൽ ഇത് വെച്ചുകൊണ്ട് തന്നെ നമ്മളൊരു മോഡേൺ ആ ഓതന്റിസിറ്റി കീപ്പ് ചെയ്തിട്ട് തന്നെ മോഡേൺ പ്രസന്റേഷനും മോഡേൺ സ്റ്റൈലിൽ ചെയ്യാൻ. കല്ലിടിച്ച് അത് ഞാൻ കഴിച്ചിട്ട് ഇപ്പോഴും ടേസ്റ്റ് ഞാൻ മറന്നിട്ടില്ല. അതൊക്കെ ശരിക്കും നമ്മളൊക്കെ ഞങ്ങളുടെയൊക്കെ കാലഘട്ടത്തിൽ സ്കൂളിൽ പോകണമെങ്കിൽ ഒരു അരമണിക്കൂർ ഈ വരമ്പത്തൂടെ നടന്നിട്ട് വേണം ഇതിങ്ങനെ പോകാൻ. ആ സമയ കാലഘട്ടങ്ങളൊന്നും റോഡൊന്നുമില്ല, പുഴയുടെ സൈഡിൽ കൂടെ ഇങ്ങനെ പോവാം. അപ്പം മാങ്ങ ഇഷ്ടം പോലെ ഉണ്ടാവും. അപ്പം ഈ പണ്ടൊക്കെ മതിലല്ലായിരുന്നു, വേലിക്കല്ലുകളായിരുന്നു. അപ്പോൾ ആ വേലിക്കല്ലുകളിൽ ഈ താഴെ വീഴുന്ന മാങ്ങ ഇടിച്ചിട്ട് വേലിക്കല്ലിൽ ഉരച്ചിട്ട് നമ്മൾ പൊട്ടിച്ച് കഴിക്കുന്ന ഒരു കാലമായിരുന്നു അന്നൊക്കെ. അപ്പൊ അതിനെ നമ്മൾ വീണ്ടും റീക്രിയേറ്റ് ചെയ്ത് നമ്മളിവിടെ പലർക്കും ആ ഒരു മെമ്മറി റീകളക്ട് ചെയ്യാൻ പറ്റും. ഇന്നൊന്നും അത് എങ്ങും വാങ്ങാൻ കിട്ടുന്ന ഒരു സാധനമല്ല. അതെ, പിന്നെ അങ്ങനെ പ്രസന്റ് ചെയ്യുമ്പോൾ നമുക്ക് കിട്ടുന്ന ഒരു വൈബ് ഉണ്ടല്ലോ, അത് തന്നെ ഡിഫറെന്റ് എക്സ്പീരിയൻസ് ആണ്. ബേസിക്കലി ഫുഡിനെക്കാട്ടും കൂടുതൽ എക്സ്പീരിയൻസ്. നമ്മൾ ശരിക്കും ആ ഒരു നൊസ്റ്റാൾജിയയും ആ ഒരു മെമ്മറീസും അതൊക്കെയാണ് നമ്മൾ ഓർമ്മിപ്പിക്കുന്നത്. മലയാളികളുടെ കഥ പറയുന്ന രുചികളാണ് ഞങ്ങളുടെ. ഒരു ചോദ്യം, ഇത് കഴിക്കാതെ പോവരുത്, ഏതാണ് ആ ഷാപ്പിൽ? നമ്മുടെ ചോറും കൂട്ടാനെന്ന് പറയും. ആ ചോറും കൂട്ടാനെന്ന് പറയുന്നത് നമ്മൾ മൺചട്ടി പ്ലേറ്റിലാണ് കൊടുക്കുന്നത്. ഇപ്പൊ നമ്മളൊക്കെ വീട്ടിലൊക്കെ ചെല്ലുമ്പോൾ, നമ്മളൊന്ന് വിശന്ന് വീട്ടിലേക്ക് ചെല്ലുമ്പോൾ അമ്മയുടെ ആദ്യം ചോദിക്കുന്നില്ല, അമ്മ ചോറിന് എന്നാ കൂട്ടാനാ ചോദിക്കുക. ചോറ് എപ്പോഴും ഉണ്ടാവും, ചോറിന് എന്താണ് കൂട്ടാൻ എന്നാണ് ചോദിക്കുന്നത്. അപ്പോൾ അത് തന്നെയാണ് നമ്മൾ ആ ഊണില് നമ്മൾ അതിൽ നമ്മൾ പിന്നെ വീട്ടിലേക്ക് ഉണ്ണുന്ന പോലെ തന്നെ. നമ്മൾ എല്ലാ സൈഡിലൊക്കെ ഫില്ല് ചെയ്ത് 2 മീൻകറി, മോര് കാച്ചിയത്, പിന്നെ 1 പപ്പടം, 2 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 പപ്പടം,
ഇതെല്ലാം കൂടെ കൂട്ടി കഴിക്കുന്ന ഒരു ഫീൽ, അതിലൊരു ഉണക്കമീനും നമ്മൾ ഫീൽ ചെയ്തിട്ടുണ്ട്. അപ്പോൾ അതൊക്കെ ഒരു പഴയ കാലത്തെ കഞ്ഞിവെള്ളം അതൊക്കെയാണ് നമ്മുടെ ഒരു ഏറ്റവും കൂടുതൽ ആൾക്കാർ വീണ്ടും വീണ്ടും ചോദിക്കുന്ന ഒരു ഐറ്റം ഏതാ ഇവിടെ? നമ്മുടെ പ്രോൺസിന്റെ ചൂണ്ടക്കാരൻ ചോദിക്കാറുണ്ട്. ഞങ്ങളുടെ ചക്ക വരട്ടിയത് ഒരു മധുരം, അത് ഞങ്ങളുടെ ഒരു പായസം, ചക്ക വരട്ടിയത് പപ്പടം പഴം എന്ന് പറഞ്ഞിട്ട് ഒരു. ഇപ്പൊ ഈ ഫുഡ് ബിസിനസ് എന്ന് പറയുന്നത് കമ്പാരിറ്റീവ്ലി റിസ്കിയർ ആയിട്ടുള്ള ഒരു ബിസിനസ് ആണല്ലോ. ഇപ്പൊ കൺസിസ്റ്റൻസി നമ്മൾ നോക്കണം, ഇപ്പൊ ടേസ്റ്റിന്റെ കാര്യത്തിലായിക്കോട്ടെ, ക്വാണ്ടിറ്റി ആണെങ്കിലും. അപ്പൊ ഇതൊക്കെ കൂടെ എങ്ങനെയാണ് നിങ്ങൾ മാനേജ് ചെയ്യുന്നത്? അല്ല, നമുക്കൊരു എൻ്റെയർ ടീമുണ്ട്. ഞങ്ങളുടെ ആ ഒരു ടീം ഇപ്പോൾ ഒരിക്കലും നമ്മൾ ഒരാൾ വിജയിച്ചുകൊണ്ട് മാത്രം സക്സസ് ആവുന്നതല്ല ഈ ഇൻഡസ്ട്രി എന്ന് പറയുന്നത്. കാരണം ഒരാൾ മാത്രം കുക്ക് ചെയ്യാൻ പറ്റില്ല, ഒരു എൻ്റെയർ ടീമിൻ്റെ നമ്മൾ ബിൽഡ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ആ ഒരു പാഷനുള്ള ആൾക്കാരാണ് നമ്മൾ കൂടെ നിൽക്കുന്നവർ. അപ്പോൾ ഞങ്ങൾ എവറി മൊമെൻറ്റിൽ എന്ത് പുതിയത് ചെയ്യാം എന്ന് ചിന്തിക്കുന്ന ആൾക്കാരാണ് ഞങ്ങളുടെ ചുറ്റുമുള്ളത്. അപ്പോൾ ആ ഒരു ടീം കൊണ്ട് തന്നെ നമുക്ക് അങ്ങനെ ഇതാണ്. പിന്നെ ആരാണ് ഈ പാപ്പി എന്ന് പറയുന്നത്? ഇപ്പൊ പാപ്പീസ് മിറാക്കിൾ, പാപ്പി കുടത്തിലാക്കിയത്, പാപ്പീസ് മാംഗോ എന്നൊക്കെ കുറെ ഡിഷസ് കണ്ടു. പാപ്പി എന്ന് പറയുന്ന ഒരു ക്രിയേറ്റ് ചെയ്തൊരു ക്യാരക്ടറാണ്. നമ്മൾ ഇതിൻ്റെ ഷാപ്പ് എന്ന് പറഞ്ഞ കോൺസെപ്റ്റ് ഡെവലപ്പ് ചെയ്യുമ്പോൾ തന്നെ നമ്മളൊരു ബ്രാൻഡിങ് സൈഡിൽ ഒരുപാട് നമ്മൾ വർക്ക് ചെയ്തിട്ടുണ്ട്. അപ്പോൾ നമ്മൾ അതിന് പാരലായിട്ട് ഒരുപാട് എലിമെൻറ്റ്സ് ക്രിയേറ്റ് ചെയ്തിട്ട്, ഇപ്പം നിങ്ങൾക്ക് നോക്കിയാൽ കാണാം നമ്മളെ മെനു, നമ്മളെ ടേബിൾ മാറ്റ്, നമ്മളെ ഓരോ എലിമെൻറ്റ്സ്, നമ്മളിവിടെയുള്ള പോസ്റ്റേഴ്സ്, നമ്മളെ ടിഷ്യൂ ഹോൾഡേഴ്സ്, അപ്പോൾ അതൊക്കെ നമ്മൾ കണക്ട് ചെയ്ത് ഓരോ അതേപോലെ നമ്മളൊരു പാപ്പി എന്ന് പറഞ്ഞൊരു ക്യാരക്ടർ ക്രിയേറ്റ് ചെയ്ത് ആ ക്യാരക്ടറിനെ വെച്ചിട്ട് റെസ്റ്റോറൻറ്റ് നടത്തുന്നത് എന്നുള്ള ആ ഒരു കോൺസെപ്റ്റ് ഡെവലപ്പ് ചെയ്തെടുത്താണ് ആ ഒരു തോട്ടിൽ. പാപ്പി എന്ന് പറഞ്ഞാൽ നമ്മൾ ഇപ്പം പഴയ കള്ളുഷാപ്പുകളിലൊക്കെ ഉള്ള പേരുകളൊക്കെ ചിലപ്പോൾ ആ ഒരു ടൈപ്പാണ്. അപ്പോൾ അവർക്ക് ട്രീറ്റ് ചെയ്യുന്ന അവരുടെ സർവീസ് ഭയങ്കര വലുതാണ്. അപ്പോൾ നമ്മളൊരാൾ വീട്ടിലേക്ക് വരികയാണ്, അല്ലെങ്കിൽ നമ്മുടെ ഷോപ്പിലേക്ക്, അവർ ഭയങ്കരമായിട്ട് നിന്ന് കമ്മ്യൂണിക്കേറ്റ് ചെയ്ത് അങ്ങനെ ഒരു സർവീസാണ്. അപ്പം ഞങ്ങളുടെ സ്റ്റാഫിനോട് നമ്മൾ എപ്പോഴും പറയുന്നത്, നിങ്ങൾ ഒരാളെ പോലും സാറേ എന്നോ അല്ലെങ്കിൽ ആ രീതിയില്ല, നിങ്ങൾ അവരുടെ കൂടെ സൗഹൃദപരമായിട്ട് ഇടപെട്ട് അവർ ഹാപ്പി ആയിട്ട് ഇവിടുന്ന് പോകണം. അവർ നാളെ നിങ്ങളെ അന്വേഷിച്ച് വരുന്ന ഒരു ടീമായി മാറും. നമ്മളൊരു വീട്ടിൽ നമ്മൾ എങ്ങനെ ഹോസ്റ്റ് ചെയ്യോ അതാണ് ഒരു കസ്റ്റമർ ആംഗിളിൽ നിന്ന് നോക്കുമ്പോൾ നമ്മളൊരു വീട്ടിൽ നിന്ന് നമുക്ക് എങ്ങനെയാണോ നമ്മൾ ആ ഫുഡ് കഴിക്കുന്നത്, ആ ഒരു ഹോസ്റ്റിങ്, ആ ഒരു അതിഥേയത്വം ഇഷ്ടപ്പെടുന്ന അതേ സർവീസ് നമ്മൾ ഇവിടെ കൊടുക്കുക എന്നുള്ളതാണ്. ഫുഡിലായിക്കോട്ടെ, സർവീസിലായിക്കോട്ടെ, ആ ഒരു ആംബിയൻസിലായിക്കോട്ടെ, ആ ഒരു ഇത് കൊടുക്കണം നിർബന്ധമുള്ളതാണ്. കോഴിക്കോടും കോഴിക്കോട്ടുകാരും എത്രത്തോളം ഷാപ്പിന്റെ ഈ സക്സസിൽ പങ്കു ചേർന്നിട്ടുണ്ട്? കോഴിക്കോടിനെ സംബന്ധിച്ചിടത്തോളം കോഴിക്കോട് ഒരു 50 കൊല്ലത്തിൽ കൂടുതൽ പേരുള്ള ഒരുപാട് റെസ്റ്റോറൻറ്റ്സ് ഉള്ള സ്ഥലമാണ്, കുറച്ചല്ല. അപ്പോൾ അതിൻ്റെ ഇടയിൽ നമ്മൾ ഇങ്ങനെ ഒരു കോൺസെപ്റ്റ് ചെയ്യാനും അത് വിജയിപ്പിച്ച് എടുക്കണമെങ്കിൽ എന്തായാലും കോഴിക്കോട്ടുകാരുടെ സപ്പോർട്ട് ഉണ്ടായിട്ടുണ്ടാവും. കോഴിക്കോട് മാത്രമല്ല, നമുക്ക് പുറത്തുനിന്ന് ഒരുപാട് ആൾക്കാർ അന്വേഷിച്ച് വന്ന് നമ്മുടെ ഫുഡ് കഴിക്കാനും അത് എക്സ്പീരിയൻസ് ചെയ്യാനും താല്പര്യപ്പെട്ട് ഒരുപാട് ഇഷ്ടപ്പെട്ട് അത് വീണ്ടും വീണ്ടും നമ്മൾ റെഗുലർ കസ്റ്റമേഴ്സ് ആയി. കോഴിക്കോട്ടുകാരെ സംബന്ധിച്ച് ഭക്ഷണം ഭയങ്കര ഇഷ്ടപ്പെടുന്നവരാണ്. കാരണം ഞാനത് എക്സ്പീരിയൻസ് ചെയ്തതാണ്. കാരണം ഏകദേശം ഒരു 8-9 വർഷത്തോളം ഞാൻ ഇവിടെ 2 ഹോട്ടൽസിലായിട്ട് വർക്ക് ചെയ്തിട്ടുണ്ട്. അപ്പം അവരുടെ പൾസ് എനിക്കറിയാം. അവർക്ക് എന്താണ് വേണ്ടത്, അവർക്ക് എന്താണ് ഇഷ്ടം എന്നുള്ളത്, അതാണ് നമ്മൾ സെർവ് ചെയ്തത്. ഓക്കെ, ഈ ഫുഡ് ബിസിനസ് സ്റ്റാർട്ട് ചെയ്യാൻ പ്ലാൻ ഉള്ള യങ്സ്റ്റേഴ്സിന് കൊടുക്കാൻ എന്ത് അഡ്വൈസ് ആണ് നിങ്ങൾക്ക്? അത് ശരിക്കും നമ്മൾ ഇതിനകത്ത് ഒരു പാഷൻ വേണം. എന്ന് വെച്ചാൽ ആ ഒരു 100% ഡെഡിക്കേഷനാണ്. അതിൽ നിന്ന് നമ്മൾ ചെയ്യണം, എന്നാൽ മാത്രമേ ഇത് മുന്നോട്ട് പോകാൻ പറ്റും. ഇത് നമ്മൾ പാഷൻ്റെ പുറത്ത് തുടങ്ങി പിന്നെ അത് പൊക്കോളൊക്കെ വിചാരിച്ചാൽ നമ്മൾ എവരി മൊമെന്റിൽ അതിൽ ചേഞ്ചസുകൾ, അതിൻ്റെ സ്റ്റൈല് മാറ്റി നമ്മൾ എല്ലാം നമ്മൾ ഫേസ് ചെയ്യണം. അപ്പൊ ഈ ഇനീഷ്യൽ സ്റ്റേജിൽ എന്തൊക്കെ ചാലഞ്ചസ് ആയിരുന്നു നിങ്ങൾക്ക്? ഏതൊരു ബിസിനസ്സും നമ്മളൊന്ന് തുടങ്ങി എസ്റ്റാബ്ലിഷ് ആവണമെങ്കിൽ ഒരു 2-3 കൊല്ലം എടുക്കും. ഒരു ഓവർനൈറ്റ് സക്സസ് എന്ന് പറഞ്ഞൊരു സാധനമൊന്നുമില്ല. അതാണ് എല്ലാവരും മനസ്സിലാക്കുന്നത്. എളുപ്പത്തിൽ നമ്മൾ വായിക്കുന്ന പോലെയല്ല, പലതും വായിച്ചിട്ടുണ്ടാവും. ഇയാൾ തുടങ്ങി ഒരു ദിവസം കൊണ്ട് ഇങ്ങനെ, അതൊന്നുമല്ല. അതൊക്കെ അതിന്റെ പിന്നിലുള്ള അധ്വാനവും അതിന്റെ പിന്നിൽ എത്ര കൊല്ലത്തെ ഇതുണ്ടെന്നൊന്നും പലരും ശ്രദ്ധിക്കാറില്ല. അതങ്ങനെ എടുത്ത് ചാടിയിട്ടാണ് മിക്കവാറും ആൾക്കാർ ബിസിനസ്സിലേക്ക് വരുന്നത്. പക്ഷെ ഇതിൽ ബിസിനസ് എന്ന് പറഞ്ഞാൽ എന്താ വെച്ചാൽ, ഈ പറഞ്ഞ പോലെ നല്ല ഡെഡിക്കേഷനും നല്ല ഇൻവോൾവ്മെൻറ്റും അതിനെക്കാട്ടിയും കൂടുതൽ നല്ല ഒബ്സർവേഷനും വേണം. നമ്മളെ ചുറ്റുവട്ടത്ത് എന്താണ് സംഭവിക്കുന്നതെന്നും
എന്താണ് ഇല്ലാത്തതെന്നും നമ്മൾ ആ ഓപ്പർച്യൂണിറ്റീസ് ഫൈൻഡ് ഔട്ട് ചെയ്തിട്ട് അതിന് റിസൊല്യൂഷൻ കാണുക എന്നുള്ളതാണ് ബിസിനസ്സിലുള്ള പ്രധാനമായിട്ടുള്ള കാര്യം. പിന്നെ വൺസ് നമ്മളത് ഡിസൈഡ് ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ തുടങ്ങിയാൽ പിന്നെ അതിൽ 100% ഇൻവോൾവ് ചെയ്യണം, നല്ല രീതിയിൽ അത് ഡെവലപ്പ് ചെയ്യാനുള്ള ഹാർഡ് വർക്ക് ചെയ്യണം, എന്നാൽ റിസൾട്ട്സ് എന്തായാലും വരും. ഇനീഷ്യൽ സ്റ്റേജിൽ നിങ്ങൾ ഫേസ് ചെയ്ത കുറച്ച് ചലഞ്ചസ് എന്തായിരുന്നു? ഒരുപാട് ചലഞ്ചുകൾ. ഇപ്പം നമുക്ക് 40 പേർക്ക് ഇരിക്കാവുന്ന ഒരു റെസ്റ്റോറൻ്റ് ആയിരുന്നു. അപ്പോൾ ഞങ്ങൾക്ക് തുടക്ക കാലഘട്ടങ്ങളിൽ കസ്റ്റമർ വന്നു, ഞങ്ങളുടെ ഒരു ട്രെൻഡ് ഇവിടെ കാലിക്കറ്റിൽ ക്രിയേറ്റ് ആയി. അപ്പോൾ നമ്മൾ ക്രൗഡ് വന്നു, നമ്മൾ എഗെയിൻ ഒരു 20 സീറ്റുകൾ ആഡ് ചെയ്തു. അപ്പോൾ ഈ ക്രൗഡിനെ മാനേജ് ചെയ്യുക എന്ന് പറയുന്നത് ഒരു ഭയങ്കര ചലഞ്ചാണ്. ആ തുടക്കത്തിൽ അവരെ നന്നായി ട്രീറ്റ് ചെയ്തില്ലെങ്കിൽ അത് നമ്മൾ അപ്പം തന്നെ ഡൗണിലേക്ക്. അപ്പോൾ അതൊക്കെ നമുക്ക് ആ ഒരു സമയത്ത്, പിന്നെ ഫുഡാണെങ്കിലും നമ്മളുടെ സ്റ്റാഫ് അവരെ ട്രെയിൻ ചെയ്ത് ഫുള്ള് ഒരേ സ്റ്റൈലിൽ, ഒരേ പ്ലേറ്റിൽ, ഒരേ രീതിക്ക് തന്നെ ഇത് വെളിയിലേക്ക് ഇറങ്ങാൻ ആദ്യത്തെ ഒരു 1 ഇയർ എന്നെ സമയത്ത് ഞാൻ ഷെഫായിരുന്നു. അപ്പോൾ എനിക്കിതിനുള്ളിൽ നിന്ന് ഇറങ്ങാൻ പറ്റാത്ത തോളം നമ്മൾ ബിസിയായി മാറിയാണ്. കാരണം ഫുൾ ടൈം നമ്മൾ ഇൻവോൾവ്മെന്റ് ആയി. പുതിയൊരു എക്സ്പീരിയൻസ് കൊടുക്കുകയാണല്ലോ. അപ്പോൾ നമ്മൾ ഏറ്റവും നല്ലൊരു ഇത് തന്നെ കൊടുക്കണമല്ലോ. ആൾക്കാരെ എക്സ്പെക്ട് ചെയ്ത് വരുമ്പോൾ ഒരുപാട് കാര്യങ്ങൾ ഇപ്പോൾ നമ്മൾ തുടങ്ങിയതിന് ശേഷമാണ് 2 പ്രളയം വന്ന്, 2 കോവിഡ് വന്ന്. ഈ കോവിഡ് എങ്ങനെ ഇതിനെ എഫക്ട് ചെയ്തിട്ടുണ്ട് ഈ ഒരു ബിസിനസിനെ? നല്ല രീതിയിൽ എഫക്ട് ചെയ്തിട്ടുണ്ട്. കാരണം കംപ്ലീറ്റ്ലി ക്ലോസ് ചെയ്യുന്നല്ലോ ഒരു 2 പീരീഡ് ആയിട്ട്. ഫസ്റ്റ് ഇയറിന്റെ ഉള്ളില് നമ്മൾ ഏപ്രിൽ 2019 റെസ്റ്റോറൻറ്റ് സ്റ്റാർട്ട് ചെയ്യുന്നത്. ഓഗസ്റ്റ് ആകുമ്പോൾ പ്രളയം വന്ന്, പിന്നെ ഫെബ്രുവരി കഴിഞ്ഞപ്പോൾ കോവിഡ് വന്നു, പിന്നെ ഏകദേശം ഒരു ഒക്ടോബർ നവംബർ വരെ ക്ലോസ് ചെയ്യുന്നത്. അപ്പോഴും തളർന്നില്ല. നമ്മൾ ശരിക്കും ഒരു ബ്രാൻഡ് ക്രിയേറ്റ് ചെയ്തിട്ട് അതിന്റെ ഏറ്റവും പീക്കിൽ ടൈമാണ് 1 ഇയർ എന്ന് പറയുന്നത്. ആ 1 ഇയറിൽ നമ്മൾ ഏറ്റവും മേളിലാണ് നിൽക്കുന്നത്. അപ്പൊ കോവിഡ് നമുക്ക് താഴേക്ക് ഇത് അടച്ചിടാനും പറ്റില്ല. അപ്പൊ നമ്മൾ പാർസൽ ഓർഡറുകൾ കൊടുത്ത് ഈ ബ്രാൻഡ് മാർക്കറ്റിൽ ഇങ്ങനെ ലൈവാക്കി നമ്മൾ റെസ്ട്രിക്ഷൻസ് വെച്ചിട്ട് തന്നെ നമ്മളത് റൺ ചെയ്ത് കംപ്ലീറ്റ് സ്റ്റാഫിനെ ഹോൾഡ് ചെയ്ത്, ഫുൾ സ്റ്റാഫിനെ നമ്മൾ ഹോൾഡ് ചെയ്ത് 45-50 സ്റ്റാഫ് ഉണ്ട് അന്ന്. എൻ്റെ ടീമിനെ നമ്മൾ ഇവിടെ നിർത്തി, എല്ലാവർക്കും ലീവ് കൊടുക്കേണ്ടവർക്ക് ലീവ് കൊടുത്ത് ആ സ്റ്റാഫിനെ വെച്ച് നമ്മൾ ആ ബ്രാൻഡ് അങ്ങനെ തന്നെ നമ്മൾ നിലനിർത്തി. ഇനി ന്യൂ ഔട്ട്ലെറ്റ്സ് പ്ലാൻസ് ഉണ്ടാവോ? എങ്ങനെയാണ്? അങ്ങനെ പ്ലാൻസ് ആയിട്ടൊന്നുമില്ല. നമ്മളിനി ബിസിനസ് അല്ലേ, നമുക്ക് സാഹചര്യങ്ങൾ വരുന്നതിനനുസരിച്ച് ചെയ്യാന്ന് വെച്ചാൽ അങ്ങനെ നമ്മൾ ഒരിക്കലും ഒരു അഗ്രസീവായിട്ട് അങ്ങനെ ഒരു ഇതിലേക്ക് പോയിട്ടില്ല. കാരണം നമ്മളെ സംബന്ധിച്ചിടത്തോളം നമ്മൾ ചെയ്യുന്നത് വൃത്തിയായിട്ട് ക്ലിയർ ആയിട്ട് പോകണമെന്നില്ല. നമ്മൾ കൃത്യമായൊരു കാഴ്ചപ്പാടോട് കൂടി തന്നെയാണ് ചെയ്യുന്നത്. നമ്മളിപ്പോൾ ഇങ്ങനെ ഇത്ര കൊല്ലത്ത് ചെയ്യാന്നൊന്നുമില്ല. അത് ആസ് എ വെൻ ടൈം കംസ് വിൽ ഡു, അത്രേ ഉള്ളൂ. ഈ കോഴിക്കോടിന്റെ ഫുഡ് മാർക്കറ്റിൽ ഇനി എന്തൊക്കെ മാറ്റങ്ങൾ വരണം എന്നാണ് നിങ്ങളുടെ ഒരു അഭിപ്രായത്തിൽ? ഈ ഫുഡ് ഇൻഡസ്ട്രീനെ സംബന്ധിച്ച് ചിലപ്പം ഇപ്പം എല്ലാം 100% മണ്ണിൽ എത്തിക്കാൻ ചിലപ്പോൾ നമുക്ക് പറ്റത്തില്ല. ചില രുചികളായാലും ചില രീതികളായാലും അത് ഒരാൾക്ക് ചിലപ്പോൾ ഇഷ്ടപ്പെടാം, അത് മറ്റൊരാൾക്ക് ചിലപ്പോൾ ആ ടേസ്റ്റ് അത് ചിലപ്പോൾ ഇഷ്ടപ്പെടുന്നു. പക്ഷെ നമ്മളെപ്പോഴും അതിനെ ഫൈൻ ട്യൂൺ ചെയ്തിട്ട് ഒരു ഗ്യാരണ്ടീഡ് സാധനമാക്കിയിട്ട് അതിനെ മാറ്റണം. അപ്പോൾ അതാണ് ഈ ഫുഡ് ഇൻഡസ്ട്രിയിൽ. പിന്നെ ഈ കാലിക്കറ്റിനെ സംബന്ധിച്ചിട്ട് ഫുഡ് മാത്രമല്ല അവരുടെ ഒരു ഇമ്പോർട്ടൻസ്. കാലിക്കറ്റിലെ ഞാൻ പഠിച്ചത് എന്ന് പറയുന്നത് കാലിക്കറ്റിലെ ആൾക്കാരെ അവരെങ്ങനെ ട്രീറ്റ് ചെയ്യുന്നുണ്ട്, അവർക്ക് കിട്ടേണ്ട ആ പ്രസൻസ് നമ്മൾ അവരെ എങ്ങനെ ഫുഡ് ചിലപ്പോൾ സെക്കൻഡറി ആയി നമ്മൾ അവരെ എങ്ങനെയാണ് ട്രീറ്റ് ചെയ്യുന്നത്, അതാണ് അവരുടെ ഫസ്റ്റ്. കാരണം അവർ അതേപോലെ നമുക്ക് റെസ്പെക്ട് തരുന്നതാണ്. ഇപ്പം ഡെയിലി ഒരുപാട് ചായ സ്പോട്ട്സ് അങ്ങനെ ഒരുപാട് സ്പോട്ടുകൾ വന്നുകൊണ്ടിരിക്കുകയാണല്ലോ. അപ്പോൾ ഇതൊക്കെ മതിയോ അതോ ഇനിയും വരണം എന്നാണോ ശരിക്കും? പൊതുവേ നമ്മുടെ ഒരു മാർക്കറ്റ് വെച്ചിട്ട് നമ്മളിപ്പോൾ ഒരാൾ എന്തെങ്കിലും ഒരു സാധനം തുടങ്ങിയാൽ അതിന്റെ പിന്നാലെ അതിന്റെ ട്രെൻഡ് ക്രിയേറ്റ് ചെയ്തിട്ട് കുറേ സാധനങ്ങൾ. അപ്പൊ ഇത് ഭയങ്കര പ്രോഫിറ്റബിൾ ആണെന്നാണ് ഇപ്പോൾ ഒരാൾ ചിന്തിക്കുക. ഒരു ചായ വെച്ചാൽ നമുക്ക് പിന്നെ ഒരു പാലിന് ഇത്ര രൂപ, പഞ്ചസാരക്ക് ഇത്ര രൂപ, ഇതിന് മുഴുവൻ ലാഭമാണെന്നാണ്. പക്ഷെ അതിന്റെ പിന്നിലെ എഫേർട്ട്, അവരുടെ സ്ട്രഗിൾ, അതൊന്നും ഇതെങ്ങനെ ഉണ്ടായെന്നൊന്നും ആരും അത് ചിന്തിക്കത്തില്ല. ഒരുപാട് എഫേർട്ടുണ്ട്. അതിൽ നിന്ന് വരുന്ന വരുമാനം എന്ന് പറഞ്ഞാൽ വളരെ പിന്നെ ഒരു ഡെഡിക്കേഷൻ, പാഷൻ അതിലങ്ങനെ കൊണ്ടുപോകാം. ഇപ്പൊ ഇന്നത്തെ നമ്മുടെ കേരള മാർക്കറ്റ് ബിസിനസ്സിൽ അതാണ് ഇപ്പോൾ ഉണ്ടാവുന്നത്. ഇപ്പൊ നിങ്ങളെ സക്സസിന്റെ മെയിൻ റീസൺ ആയിട്ട് നിങ്ങൾ കാണുന്നത് എന്താണ്? ഒരുപാട് പാരാമീറ്റേഴ്സ് ഉണ്ട് നമ്മൾ സക്സസ്ഫുൾ ആവണമെങ്കിൽ. ഫുഡ് എന്തായാലും നന്നാവണം, ഫുഡ് ആ ജനങ്ങൾക്ക് ഇഷ്ടപ്പെടുകയും വേണം. പിന്നെ നമ്മളെ സർവീസ്, നമ്മളെ ഹോസ്പിറ്റാലിറ്റി, നമ്മളെ ഹൈജീൻ, ക്വാളിറ്റി ഓഫ് ഫുഡ്, നമ്മൾ ഉപയോഗിക്കുന്ന ഇൻഗ്രീഡിയൻസ്, ഇതിൻ്റെയൊക്കെ മുകളിലൊരു ദൈവാനുഗ്രഹം എന്ന് പറഞ്ഞൊരു സാധനം വേണം. കാരണം ഒരേ സാധനം പലരും തുടങ്ങിയിട്ടും പല രീതിയിലാണ് അത് ഇതാവുന്നത്. പറഞ്ഞ മാതിരി ട്രെൻഡുകൾ ഇങ്ങനെ വന്നുകൊണ്ട് വെക്കും. റെസ്റ്റോറൻറ്റ് ഇൻഡസ്ട്രിയിൽ മാത്രമല്ല, പൊതുവെ ബിസിനസ്സിൽ ഉള്ള ഒരു ഇതെന്താ വെച്ചാൽ നമ്മളിപ്പോൾ ഷോപ്പിംഗ് ആണെങ്കിലും ഇതിലൊക്കെ എന്താ വെച്ചാൽ ഓവറോൾ ട്രെൻഡുകൾ, ഇപ്പോൾ പുറം രാജ്യങ്ങളിലുള്ള ട്രെൻഡുകൾ കാലക്രമേണ അതിങ്ങനെ
മെട്രോസിൽ വരും. മെട്രോസിന് ടയർ 1 ടയർ 2 സിറ്റീസിൽ ഒരു 2-3 കൊല്ലം കൊണ്ട് വരും. അതിൻ്റെയൊക്കെ ബാക്കി പത്രമാണ് ഇപ്പോൾ ഈ ചായ അങ്ങനെയൊക്കെ വരുന്നത്. ഇനി പലതും വരാനുണ്ട്. പല ഇവിടെ ഇല്ലാത്ത കുസീൻസ് ഉണ്ട്, ഇവിടെ ഇല്ലാത്ത കോൺസെപ്റ്റ്സ് ഉണ്ട്, ഇവിടെ ഇല്ലാത്ത സ്റ്റൈൽസ് ഉണ്ട്. ഇപ്പോൾ കോഴിക്കോടിനെ സംബന്ധിച്ചിടത്തോളം കോഴിക്കോട് ഒരു ചെറിയ സിറ്റിയാണ്, എന്നാൽ പോലും വലിയ രീതിയിൽ ഫുഡിനെ സപ്പോർട്ട് ചെയ്യുന്ന ഒരു സ്ഥലമാണ്. ഇവിടെ ഏറ്റവും കൂടുതൽ തിരക്കുള്ള ദിവസം ഏതാണ് ശരിക്കും? അങ്ങനെ ഇല്ല, നോർമൽ ഒരു ഇത് വെച്ചിട്ട് നമ്മളാ ഒരു സെഗ്മെന്റ് ഓഫ് കസ്റ്റമേഴ്സ് എന്ന് പറഞ്ഞത് ഡെയിലി കഴിക്കുന്നവരുണ്ട്, ഇല്ല എന്നല്ല. പക്ഷെ നമ്മളെ ഫാമിലീസ് അങ്ങനത്തെ കഴിക്കാനായിട്ട് വരുന്ന ഫുഡി ഗ്രൂപ്പ്സ് അങ്ങനത്തെ ഇതുണ്ടല്ലോ, അത് മിക്കവാറും വീക്കെൻഡ്സിലാണ് കൂടുതലായിട്ട് വരിക. കാരണം പുറത്തുനിന്ന് വരുന്ന ആൾക്കാർ ഇപ്പോൾ വേറെ ജില്ലകളിൽ നിന്ന്, മലപ്പുറത്തുനിന്ന് ഇല്ലെങ്കിൽ വടകര, കണ്ണൂർ ഭാഗത്തു നിന്നൊക്കെ വരുന്ന ഇങ്ങോട്ട് കഴിക്കാനായിട്ട് വരുന്ന ആൾക്കാരുണ്ട്. അപ്പൊ അത് കൂടുതലും സൺഡേസ് ഒക്കെ ഓഫ് കോഴ്സ് വീക്കെൻഡ്സിൽ തന്നെയാണ് തിരക്കുണ്ടാവുക. പിന്നെ ലഞ്ച് ടൈമും ഡിന്നർ ടൈമും ഓൾമോസ്റ്റ് സെയിം ഇത് തന്നെയാണ്. ഇവിടെ ഏറ്റവും കൂടുതൽ ഡിന്നർ തന്നെ ലഞ്ചാണ് നമ്മളെ ഹൈലൈറ്റ്. ശരിക്കും നമ്മൾ ആ നാടൻ ചോറും നമ്മൾ ഒരു സ്പെഷ്യൽ ഫിഷ് ഫ്രൈ. മെനു പ്ലേറ്റ് എന്ന് പറഞ്ഞാൽ നമ്മൾ ഈവനിങ് ആയി കഴിഞ്ഞാൽ നമ്മൾ കുറച്ചും കൂടെ ബ്രെഡ് ഐറ്റംസ്, പുട്ട്, അങ്ങനെയുള്ള സാധനങ്ങൾ, കുറച്ച് കറികളൊക്കെ, ഡിഫറെൻറ്റ് സാധനങ്ങളൊക്കെ ഡിന്നറിലേക്കുണ്ട്. ഉച്ചയ്ക്ക് നമ്മൾ കൂടുതലും നമ്മളുടെ മീൽസ്, ഫിഷ്, ചെമ്മീൻ, പൊടിമീൻ, കൂന്തൽ, അങ്ങനെയുള്ള തവ ഐറ്റംസ്, ഫ്രൈ ഐറ്റംസ്, അങ്ങനെയുള്ളതാണ് കൂടുതലായിട്ടും. താങ്ക് യു സോ മച്ച് ഫോർ യുവർ ടൈം റഫീഖ ആൻഡ് ജിബിഷേട്ടൻ. അപ്പം പാപ്പിച്ചാനും പിള്ളേരും ഇവിടെ ഉണ്ട്, എന്താന്ന് വെച്ചാൽ ചോദിച്ചു വാങ്ങിച്ച് കഴിച്ചോണം. അപ്പോൾ ഹാപ്പി ഷോപ്പിംഗ്. താങ്ക് യു ഫോർ വാച്ചിങ്. ബൈ.